അമ്പലപ്പുഴയിലെ ആദ്യ പോയിന്റിലേക്ക് എത്തിയിട്ടേയുള്ളൂ. അതായത് കരൂർ, പായൽകുളങ്ങര ഈ രണ്ട് സ്ഥലങ്ങൾ പിന്നിടണം. അമ്പലപ്പുഴയിൽ ഒരു വലിയ ജനക്കൂട്ടമാണ് VS-നെ കാത്തു നിൽക്കുന്നത്. അത് ഒരു വലിയ ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടതിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടം. അത് VS-ന്റെ തട്ടകമാണ് അമ്പലപ്പുഴ. VS-ന്റെ പ്രവർത്തന മണ്ഡലമാണ് ആലപ്പുഴ. പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് VS കാൽവെച്ച് കയറിയത് അമ്പലപ്പുഴയുടെ മണ്ണിൽ നിന്നാണ്. ആ അമ്പലപ്പുഴയുടെ മണ്ണിലൂടെ VS കടന്നു പോകുമ്പോൾ കാണാതിരിക്കുന്നത് എങ്ങനെ? കണ്ണേ കരളെ എന്ന് വിളിച്ചുകൊണ്ട് കണ്ണുനട്ട് കാത്തിരിക്കുകയായിരുന്നു അമ്പലപ്പുഴയിൽ ആയിരക്കണക്കിന് മനുഷ്യർ. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള യാത്രയിലെ പൊതുദർശന സമയമടക്കം ക്രമീകരിച്ചുകൊണ്ട് അമ്പലപ്പുഴയുടെ മണ്ണിൽ അമ്പലപ്പുഴയുടെ നായകന്, അമ്പലപ്പുഴയുടെ മണ്ണിൽ നിന്ന് കേരളത്തിന്റെ നായകനായി ഉദിച്ചുയർന്ന ആ ചെന്താരകത്തിന് കൂടുതൽ സമയം ആളുകൾക്ക് കാണുന്നതിനായുള്ള സമയം അവിടെ അനുവദിക്കുകയാണ്. കരൂർ, പായൽകുളങ്ങര എന്നീ രണ്ടിടങ്ങളിൽ കൂടി ഇതിനിടയിൽ ആൾക്കൂട്ടം രൂപപ്പെട്ടിരുന്നു. അവിടെയും ബസ് ഒന്നുകിൽ പതുക്കെയാക്കി അല്ലെങ്കിൽ കുറച്ചൊന്ന് നിർത്തി ആളുകൾക്ക് കാണാൻ അവസരമൊരുക്കി. അപ്പോഴും ഉയർന്നുകൊണ്ടേയിരുന്നു മുദ്രാവാക്യം വിളികൾ. നോക്കൂ, വലിയ തിക്കും തിരക്കും നമുക്ക് കാണാം. വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്തവണ്ണം ജനം വന്ന് മൂടുകയാണ്. അത് ഓരോ വഴിത്താരയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആബാലവൃദ്ധം എന്നത് ഒരു അതിശയോക്തിയല്ല. ആബാലവൃദ്ധം ജനങ്ങളാണ് അവിടെ വന്ന് നിൽക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങളെ തോളിലെടുത്ത് നിൽക്കുന്ന അമ്മമാർ മുതൽ മക്കളുമായി എത്തിയ മാതാപിതാക്കളെ വരെ നമ്മൾ അവിടെ കാണുകയാണ്. മുത്തശ്ശൻ പറഞ്ഞു തന്ന VS-നെ കാണാൻ വന്നതാണെന്ന് പറയുന്ന 10 വയസ്സുകാരിയെ നമ്മൾ ഇവരിൽ കണ്ടു. നോക്കൂ, പോരാട്ടത്തിന്റെ വീഥിയിലൂടെ കടന്നു വരികയാണ് ആ പോരാളി. ഈ പോരാളിയെ കേരളം നെഞ്ചേറ്റിയിരിക്കുന്നു. ഈ പോരാളിക്ക് വിട നൽകുകയാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മണ്ണ്. ആ തട്ടകത്തിലൂടെ കടന്നു വരികയാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അമ്പലപ്പുഴയുടെ മണ്ണിലൂടെ ഒരു ആത്തിരമ്പുന്ന ജനസാഗരത്തിന് നടുവിലൂടെ ജനനായകൻ കടന്നു വരികയാണ്. ആ ജനനായകന് വിട നൽകുകയാണ് രാഷ്ട്രീയ കേരളം. രാഷ്ട്രീയ കേരളത്തിന്റെ പരിച്ഛേദമായി VS-ന്റെ തട്ടകമായ അമ്പലപ്പുഴ മാറുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ലാൽ സലാം സഖാവേ എന്ന് ആർത്തു വിളിക്കുന്ന ആ ജനതയെ കണ്ടോ? ആ വാഹനത്തിന് ചുറ്റും പൊതിഞ്ഞിരിക്കുന്ന മനുഷ്യരെ കണ്ടോ? ആകാശ ദൃശ്യങ്ങളിൽ കാണൂ. ഇതാണ് കേരളമേ കാണുക, ഇതാണ് ഞങ്ങളുടെ VS. ആ VS-ന് തുല്യം VS മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് അമ്പലപ്പുഴയുടെ മണ്ണിലൂടെ, ആ പോരാട്ട ഭൂമിയുടെ വിരിമാറിലൂടെ കടന്നു വരികയാണ്. ഈ ഭൂമിയിൽ പോരാട്ടത്തിന് വിത്ത് വിതച്ച, വളമിട്ട ആ വിത്തിനെ വലുതാക്കി വൻവൃക്ഷമാക്കിയ VS ഇതാ കടന്നു വരികയാണ്. ചങ്കുപൊട്ടി ഉച്ചത്തിൽ അഭിവാദ്യമർപ്പിച്ചല്ലാതെ ഈ നിമിഷം നമ്മൾ എങ്ങനെ കടന്നു പോകുമെന്ന് പരസ്പരം ചോദിക്കുന്നുണ്ട് അവിടെ കൂടിയിരിക്കുന്ന മനുഷ്യർ. ഓരോരുത്തരും ഉറക്കെ വിളിക്കുകയാണ്. എത്ര അഭിവാദ്യമർപ്പിച്ചാലും മതിയാകില്ലല്ലോ, ഇത് ഞങ്ങളുടെ VS ആണല്ലോ. ഞങ്ങളുടെ VS ഇതാ ചുവന്ന കൊടി പിടിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച വിപ്ലവത്തിന്റെ വിത്തുപാകിയ VS ഇതാ ഒരു ചുവപ്പ് പതാക, ആ രക്തപതാക പുതച്ചുകൊണ്ടിതാ VS നിശ്ചേതനായി കിടക്കുകയാണ്. പോരാട്ടങ്ങളുടെ മണ്ണിൽ രണഭേരികൾ ഉയർന്ന അമ്പലപ്പുഴയുടെ മണ്ണിലൂടെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ട VS-നെ കാണാൻ കാത്തു നിൽക്കുകയാണ്. ഒരു വെയിലാണ്, 11 മണിയാകുന്ന നേരം. ഒരു വെയിലിനും തളർത്താനാകാത്ത വിപ്ലവാഗ്നി കനലായി തങ്ങളുടെ ചങ്കിനുള്ളിൽ ജ്വലിപ്പിച്ച VS-നെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് വിട പറയുന്ന മനുഷ്യരെ നമ്മൾ അവിടെ കാണുകയാണ്. പോരാട്ടങ്ങളുടെ ഭൂമികയിൽ പകരം വെക്കാനില്ലാത്ത നേതാവായി VS ഇതാ അമ്പലപ്പുഴയുടെ മണ്ണിലൂടെ കടന്നു വരികയാണ്. അമ്പലപ്പുഴയിലേക്ക് കരൂരും പായൽകുളങ്ങരയും പിന്നിട്ട് അവിടങ്ങളിലൊക്കെ രൂപപ്പെട്ട ചെറുകൂട്ടങ്ങളെല്ലാം ചെറുപുഴകൾ പോലെ ഒഴുകിയെത്തി അമ്പലപ്പുഴയെ ഒരു ആൾക്കടലാക്കി മാറ്റിയിരിക്കുകയാണ്. ആ ആൾക്കടലിന് നടുവിലൂടെ തോണി തുഴഞ്ഞു പോവുകയാണ് പ്രിയപ്പെട്ട സഖാവ്. ആ സഖാവിന് ഇനി ഈ വഴിയിലൂടെ ഒരു പിന്മടക്കമില്ല. ഈ യാത്രയിൽ അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ട ചെങ്കൊടി ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നവരെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പോരാട്ടങ്ങളുടെ ഭൂമികയിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ പ്രിയങ്കരനായ VS. യുവതലമുറ ഏറ്റെടുക്കുകയാണ്. സമരങ്ങളോട് സമരസപ്പെടാത്ത വിപ്ലവങ്ങളുടെ മണ്ണിൽ വിപ്ലവ വിത്തുകൾ പാകിയ ആ വിത്തുകൾ ഇനി മുളച്ച് വൻവൃക്ഷങ്ങളായി ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ അടുത്ത തലമുറയിലേക്കുള്ള കൈമാറ്റം